തൃശൂരിൽ നടന്നുവരുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തന്റെ രചനാവൈഭവം തെളിയിക്കാൻ പടന്നയിലെ സിയ ഫാത്തിമ എന്ന 10ാം തരം വിദ്യാർത്ഥിനിക്ക് ലഭിച്ചത് മറക്കാനാവാത്ത അരമണിക്കൂർ. ശാരീരിക വേദനകൾ അല്പനേരത്തേക്ക് മറന്ന് രാവിലെ 11:30ഓടെയാണ് ഓൺലൈനായി 11ാം വേദിയിൽ അറബിക് കലോത്സവത്തിലെ പോസ്റ്റർ രചനയിൽ സിയ മാറ്റുരച്ചത്. മത്സരത്തിൽ സിയയ്ക്ക് എ ഗ്രേഡിന്റെ സ്വർണ്ണത്തിളക്കം. നീലേശ്വരം ടൗണിലെ ഓട്ടോ ഡ്രൈവർ പടന്ന തെക്കേപ്പുറം പുതിയ മസ്ജിദിന് സമീപത്തെ അബ്ദുൾ മുനീറിന്റെയും LK സാറുവിന്റെയും ഇളയ മകളായ സിയ ഫാത്തിമയ്ക്ക് വേണ്ടി 6 പതിറ്റാണ്ട് പിന്നിട്ട കലോത്സവ ചരിത്രം മാറ്റിയെഴുതപ്പെടുകയായിരുന്നു. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയാണ്. വാസ്കുലൈറ്റിസ് എന്ന രോഗത്താൽ 3 മാസത്തോളമായി ചികിത്സയിൽ കഴിയുന്ന ഈ പെൺകുട്ടി ശാരീരിക അസ്വസ്ഥതകൾ മൂലം തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് സിയ ഫാത്തിമ വാട്സപ്പിലൂടെ സന്ദേശമയക്കുകയും സ്കൂൾ അധികൃതർ അറബിക് അധ്യാപികമാരെ നിവേദനം തയ്യാറാക്കി തൃശൂരിലേക്ക് അയക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിൽ സ്വപ്നതുല്യമായ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം തുറക്കുകയായിരുന്നു. 2.5 മാസമായി കാലിലെ മുറിവ് മൂലമുണ്ടായ വേദന സഹിച്ചാണ് പഠനവും ചികിത്സയും നടന്നുവരുന്നത്. അസുഖം അല്പം ഭേദമായതോടെ മൊഗ്രാലിൽ നടന്ന കലോത്സവത്തിൽ പങ്കെടുക്കുകയും എ ഗ്രേഡ് നേടുകയും ചെയ്തിരുന്നു. പിന്നീട് കാലിലെ വേദന കലശലായതോടെ പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കെത്തിക്കുകയായിരുന്നു. അപ്പോഴാണ് വാസ്കുലൈറ്റിസ് എന്ന രോഗമാണെന്ന് തിരിച്ചറിഞ്ഞത്. 4 ദിവസമായി പടന്നയിലെ വീട്ടിൽ ക്വാറന്റൈനിലാണ്. തൃശൂരിലെ CMSHSലെ വേദി 17-ൽ ശനിയാഴ്ച രാവിലെ 11:30ഓടെയാണ് വീഡിയോ കോൺഫറൻസിലൂടെ കലോത്സവത്തിൽ പങ്കെടുത്തത്. രാവിലെ 10:30ഓടെ തന്നെ ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയന്റെ നേതൃത്വത്തിൽ കൈറ്റ് അധികൃതരും അധ്യാപകരും ചേർന്ന് ക്രമീകരണങ്ങൾ നടത്തി. പുസ്തകമേള എന്ന വിഷയത്തിൽ നടന്ന അറബിക് പോസ്റ്റർ രചനയിൽ വേറിട്ട വാക്കുകളും ചിത്രവും കോറിയിട്ടാണ് സിയ ഫാത്തിമ മത്സരം പൂർത്തിയാക്കിയത്. സാറിനോട് പറഞ്ഞപ്പം സാറിങ്ങനെ പ്രതീക്ഷ മന്ത്രി എല്ലാവരും ഇങ്ങനെ ആക്കുന്നില്ല പ്രതീക്ഷ. വീടുകൾ പുസ്തകങ്ങൾ കൊണ്ട് അലങ്കരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം തിരഞ്ഞെടുക്കാനുള്ള അവസരം തുടങ്ങിയ വാക്കുകളാണ് പോസ്റ്ററിൽ എഴുതി ചേർത്തത്. ഉച്ചയ്ക്ക് 12 മണിയോടെ മത്സര നടപടികൾ വിജയകരമായി പൂർത്തിയാക്കി. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ R റോഹിൻ രാജ്, പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ AC ശിഹാബ്, പ്രധാനാധ്യാപിക VK ശശികല, മറ്റധ്യാപകരും സിയ ഫാത്തിമയുടെ വീട്ടിലെത്തിയിരുന്നു. പോസ്റ്റർ രചനയിലൂടെ സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡിന്റെ സ്വർണ്ണ തിളക്കമാണ് സിയ ഫാത്തിമയ്ക്കും കുടുംബത്തിനും ലഭിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.